ഹായ് ഗായ്സ്, നമ്മളിന്ന് പോകുന്നത് ആന്ധ്രേനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാനായിട്ട് നമ്മൾ ഇത് വന്നിട്ട് ലാസ്റ്റ് റീജിയനിൽ തന്നെയുള്ള ഹോസ്പിറ്റലാണ്. പക്ഷേ റൂമിൻ്റെ പുറത്തായിട്ട് വരും. 1 മണിക്കൂർ കൂടുതൽ ഞങ്ങൾ ട്രാവൽ ചെയ്തുമായിരുന്നു. ഈ ഒരു ഹോസ്പിറ്റലിൽ മാത്രമേ ഉള്ളൂ ഈ ഒരു ടെസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനൊരു ഹോസ്പിറ്റലിലേക്ക് വന്നത്. നല്ല ചുട്ടുപൊള്ളുന്ന വെയിലായിരുന്നു കേട്ടോ. പക്ഷേ ഈ ഹോസ്പിറ്റൽ വന്ന സീഡ് എടുത്താട്ടോ. ഭയങ്കര വ്യൂ ആണ് ഈ ഹോസ്പിറ്റലിൽ, ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. ഈ കാണുന്നത് മൾബറിയുടെ മരം കേട്ടോ. ഞാൻ തിരിച്ച് വരുമ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇത് കാണിച്ചു തരാം. ആന്ധ്രയെ ന്യൂ ബോൺ ആണെന്നൊക്കെ പറഞ്ഞ് നമ്മളവിടെ ചെന്നപ്പോൾ 1 മാസം കഴിഞ്ഞ് കൊച്ചിനൊന്നും ന്യൂ ബോൺ ആയിട്ട് അവർ കണക്കാക്കില്ല എന്ന് പറഞ്ഞത്. അതുകൊണ്ട് നമുക്ക് പ്രിഫറൻസ് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഹോസ്പിറ്റൽ വിസിറ്റ് ഒക്കെ കഴിഞ്ഞതേ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകാണ്ട്. ആ പോകുന്ന വഴിയാണ് നിങ്ങളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കി അങ്ങോട്ടേക്ക്. ആ കാണുന്നത് കടലാണ് ഗായ്സ്, കടൽ. എന്ത് രസമല്ലേ കാണാനായിട്ട്, ഭയങ്കര വ്യൂ ആയിരുന്നു കേട്ടോ. ആ കാണുന്ന ബിൽഡിങ്ങില്ലേ, അത് ഒഫ്താൽമോളജി ഡിപ്പാർട്ട്മെൻറ്റ് ആട്ടോ, കുട്ടികളുടെ. ഇത് കയറിയിട്ട് നമ്മൾ അങ്ങോട്ട് ക്രോസ് ചെയ്യണം. എന്നിട്ടാണ് നമുക്ക് നമ്മുടെ വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്ത് നമ്മുടെ വണ്ടി എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ വന്ന വഴിക്കുന്നത് മൾബറിയൊക്കെ കണ്ടായിരുന്നു കേട്ടോ. ഈ മൾബറിയൊക്കെ അവിടെ ഇങ്ങനെ വീണെടുക്കുക, ഒരു മനുഷ്യൻ പോലും കഴിക്കുന്നില്ല. ഞാനതിന്ന് പറഞ്ഞാൽ കഴിച്ചു നോക്കിയായിരുന്നു. നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. ഞാനിത് വീഡിയോ എടുക്കുന്നതും ഞാനിത് പറിക്കുന്നതും കണ്ടിട്ട് ആളുകൾക്ക് ഭയങ്കര അത്ഭുതമായിട്ട് തന്നെ നോക്കുന്നുണ്ടായിരുന്നു. ഞാൻ പിന്നെ അവർക്ക് അധികം കാഴ്ച ഒരുക്കണ്ടാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്ത് ഒരെണ്ണത്തിൽ തന്നെ ഒതുക്കിയിട്ട് പോന്നു. അലയുടെ കാര്യം നോക്കിയിട്ട് വണ്ടിയുടെ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. എൻ്റെ മൈൻഡും കൂടി ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അലയ്ക്ക് ഭയങ്കര നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ് അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ കഴിക്കണം എന്നുള്ളത്. അങ്ങനെ എന്നെ നിർബന്ധിച്ചിട്ട് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ചു. കാരണം ഞങ്ങളൊന്നും കഴിക്കാണ്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയായിരുന്നത്. രാവിലെ 8:15 ഞങ്ങൾക്ക് അപ്പോയിൻമെൻറ്റ്. ഞങ്ങളൊരു 6 മണിയായപ്പോൾ ഇവിടെ നിന്ന് കച്ചയായിട്ട് ഒരുങ്ങിയതായിരുന്നു. അപ്പം ഇത്രയൊക്കെയുള്ള വിശേഷം. അടുത്ത വീഡിയോ കാണാം. ബായ്.